വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറ് നമ്മുടെ കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നടുവേ ഒന്ന് മടക്കിയതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കോണോട് കോൺ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതാ ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ തിരിച്ചൊന്ന് മടക്കി അതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി മടക്കി അങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഹോളും കൂടി ഇടണമായിരുന്നു, അടിഭാഗം ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു. ഞാൻ ആദ്യത്തേതിൽ അത് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അടിയിൽ ഹോള് ഇട്ടു കേട്ടോ, എങ്കിൽ മാത്രമാണ് നമുക്കത് അങ്ങോട്ടേക്ക് കയറിയിരിക്കുള്ളൂ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തേതും ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ പശയൊക്കെ തേച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട ആ ഒരു സംഭവമില്ലേ, ഈ നമ്മുടെ പൂവിൻ്റെ ഒക്കെ അടിയിലുണ്ടാവില്ലേ, അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്.